മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം കുടുംബങ്ങളെ തകർക്കുന്നു എന്ന് മൊബൈൽ കണ്ടുപിടിച്ച മാർട്ടിൻ കൂപ്പർ. പുള്ളിക്കാരന്റെ ഫോൺ ഭാര്യ പൊക്കി കാണും. ഇപ്പൊ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നോക്കി അങ്ങനെ അല്ല, എന്ത് പറയാനോ ദൈവമേ. ഇവിടെ രാവിലെ തന്നെ 2 പണിക്കാർ വന്നിരുന്നു പണിയാൻ. അവർ എനിക്കിട്ട് പണിയാൻ വേണ്ടി വന്നതാണോ അതിവിടെ പണിക്ക് വന്നതാണോ ആവോ? ഭയങ്കര ടെൻഷൻ. അല്ല, ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് പണി തീർക്കും. സാറ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പണിയുടെ ടെൻഷൻ അല്ല, നാളെ ഒരു കല്യാണം ഉണ്ട്, എങ്ങനെ പോകും ഓർത്തൊരു ടെൻഷനിലാണ് ഞാൻ. കാറിൽ പോണം. കാർ വർക്ക്ഷോപ്പില്ലേ? ബസ്സിൽ പോണം. അതാണ് എന്റെ ടെൻഷൻ. ഞാൻ എങ്ങനെ ബസ്സിൽ കയറി അറിയാതെ എങ്ങനെ എന്റെ കയ്യോ കാലോ പെണ്ണുങ്ങൾ മുട്ടി കഴിഞ്ഞിട്ട് അവര് വീഡിയോ എടുത്ത് ഫേസ്ബുക്ക് എന്റെ കുടുംബം നശിപ്പിക്കണോ? സാറ് പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഈ ബസ്സിനകത്ത് കയ്യും തലയും പുറത്തെടുത്ത് പുകവലി പാടില്ല എന്നൊക്കെ എഴുതി വെക്കുന്ന പോലെ റീച്ച് കൂട്ടാൻ വേണ്ടി റീൽസ് എടുക്കാൻ പാടില്ല എന്നും കൂടെ എഴുതി എക്സാക്ട്ലി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ആണുങ്ങൾ എങ്ങനെ പുറത്തിറങ്ങുമോ എന്തോ. ഐഡിയ കൊള്ളാം. ടൂൾസ് എടുത്തുള്ള പണിയാൻ വേണ്ടി കയ്യിൽ ടൂൾസ് എടുത്തില്ലായിരുന്നു. എടേ അതൊന്നുകൂടി പറഞ്ഞത് ചായ. എടാ, നിങ്ങൾ ചായ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പണിയെടുക്കണേ? അത് വേറെ ഒന്നുമല്ല, ഈ പണി ചെയ്തോണ്ടിരിക്കുമ്പോ ചായ എന്ന് പറഞ്ഞാൽ 2 അടി കൂടുതൽ അടിക്കും. ചോറെന്ന് പറഞ്ഞാൽ 3 കൊട്ട് കൂടുതൽ. ഒരു ചായ ചോർന്ന് 3 പ്രാവശ്യം പെട്ട ഈ പണികൾ തീർക്കട്ടെ. ചേട്ടാ അങ്ങനെ പറയല്ലേ. ഒന്നുമില്ലെങ്കിലും ഞങ്ങളോട് 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ പഠിച്ച ഞങ്ങളുടെ കളിക്കൂട്ടുകാരിയുടെ വീടല്ലേ, അപ്പൊ നമ്മൾ പണി ചെയ്തിരിക്കുവാ. നീ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചു, പറയാൻ വിട്ടുപോയതാണ്. പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു. പറഞ്ഞില്ലത് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു പല കാര്യങ്ങളും. അങ്ങനല്ല, അതായത് ഞാൻ വിചാരിച്ചതാണ് പറയണമെന്ന്. പക്ഷെ ഇവര് വന്നപ്പോഴാണ് ഇവർ എന്റെ ഫ്രണ്ട്സ് ആണെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് പറയാത്തത്, മനഃപൂർവ്വമല്ല. ഞാൻ പരിചയപ്പെടുത്തടാ, വാടാ. ഇത് കൊച്ചുകുട്ടൻ. ഹലോ സ്മോൾ കുട്ടൻ. അത് അപ്പി ബിജു. എന്താ ഈ എന്ത് പേരാണത്? അല്ല, അത് ഞങ്ങള് സ്കൂളിൽ ഇവരെ അങ്ങനെയാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് അങ്ങനെ വന്നു പോയതാണ്. ഇത് അഖിലേഷ് കുമാർ PP ബ്ലൂ ഹൗസ്. ഇത് ബിജുക്കുട്ടൻ U റെഡ് ഹൗസ്. ഇത് സീതാലക്ഷ്മി ഗ്രീൻ ഹൗസ്. ഹരികൃഷ്ണൻ മൈ ഹൗസ്. അല്ല, നിങ്ങൾ നിങ്ങളുടെ ഹൗസിന്റെ പേര് പറഞ്ഞു, ഞാൻ എന്റെ ഹൗസിന്റെ പേര് പറഞ്ഞു. കുഴപ്പമുണ്ടോ? ഇല്ല, അല്ല, നമ്മളിങ്ങനെ ഹൗസൊക്കെയാണ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഹൗസിന്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. എഡ്യൂക്കേഷൻ ഉണ്ട്. എഡ്യൂക്കേഷൻ ഈസ് മസ്റ്റ്. അതായത് ഞാൻ തഹസിൽദാർ, എന്റെ വില്ലേജ് ഓഫീസർ, അങ്ങനെ ഞങ്ങൾ പഠിത്തം വേണം, എഡ്യൂക്കേഷൻ വേണം. അറിയാം, ശരിയാണ്. നിന്റെ ഭർത്താവ് എന്തോ ഇങ്ങനെ? അതാ പുള്ളിയുടെ മോഡുലേഷൻ ഇങ്ങനെയാ. ഇത് വെറുപ്പാണോ വിദ്വേഷമാണോ സ്നേഹമാണോ ദേഷ്യമാണോ ഒന്നും നമുക്ക് മനസ്സിലാവൂല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കണം. എന്താ ഒരു കുശുകുശുപ്പ്? അല്ല, ഞാൻ അവർക്ക് ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിക്കായിരുന്നു. അയ്യോ, നീ അങ്ങനെ നീ എന്ത് കലക്കി തന്നാലും ഞങ്ങൾ കുടിച്ചോളാം. വിഷം കലക്കി തന്നെ കുടിക്കൂ. ജോക്ക് ജോക്ക്. എടാ, പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പഴയ കാര്യങ്ങൾ നിന്റെ മറ്റേ പഴയ കാര്യം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന പഴയ കാര്യങ്ങളിലൊക്കെ പറ. ഒരു എൻജോയ്മെന്റ് അല്ലേ? പഴയ കാര്യം എന്ന് വെച്ചാലേ 4-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ്. പറഞ്ഞു 4-ാം ക്ലാസ്. ചെറുതില്ലേ ഒരു ക്ലാസ്സിലായിരുന്നല്ല. പിന്നെ അപ്പൊ ഇവന് ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ്. ചെറുപ്പമല്ലടാ, എല്ലാവരും ഇഷ്ടപ്പെടാം. ഐ ലവ് യു എന്ന് പറഞ്ഞു. ഐ ലവ് യു. എന്റെ പൊന്നോ, പക്ഷെ ഞാൻ ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം എഡ്യൂക്കേഷൻ എന്റെ ബലം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ പറഞ്ഞോട്ട് കുഴപ്പമില്ല. പഴയ കാര്യങ്ങൾ ഞാനല്ലേ നമ്മളെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാറുണ്ടോ? പഴയ കാര്യമൊക്കെ പറഞ്ഞ ഇരി പറയട്ടെ. എടി നമ്മളെ മാങ്ങേണ്ടി ബിജു ഇല്ലേ, അവ ഇപ്പൊ പോലീസിൽ. എനിക്കറിയാം, ഞാൻ ഒരു റേഷൻ കടയിൽ പോയിട്ട് വന്നപ്പോ പോലീസിൽ പോകുന്നതിന്റെ മുമ്പ് കൊണ്ട് നിർത്തി. എന്നിട്ട് ഒരുത്ത ചാടി കയറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയി. ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് പറഞ്ഞു? അതായത് നമ്മളത് എനിക്കൊന്ന്
10 മണിക്കുള്ള ഇന്റർവ്യൂ ഇല്ലേ രാവിലെ ആ സമയത്താണ് പറയുന്നത്. അതൊക്കെ സിമ്പിൾ സ്വാഭാവികം, വെറുതെ വിടുവത്. പ്രശ്നമല്ല. എന്നിട്ട് പോലീസ് എടുത്തിട്ട് സല്യൂട്ട് അടിയിടാൻ എന്നോട് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ മാങ്ങാണ്ടി വിറ്റു. പില്ലാവെല്ലാം വീട്ടിൽ കൊണ്ടൊക്കെ അമ്മയൊക്കെ വണ്ടടിച്ചിരിക്കണം വീട്ടിൽ. നിന്നെ കണ്ടിട്ടില്ലേ എന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു ഐ ലവ് യു? ചേട്ടാ അത് അല്ല അതെ ഒരു തവണയെ പറഞ്ഞോളൂ. അതെ, ഒരു തവണ 2 തവണ 10 തവണ പറയൂ. എൻജോയ്മെന്റ് അല്ലേ? നിന്നെ പിടിച്ചിട്ടില്ല. എന്നോട് ഹെൽമെറ്റിന്റെ പേര് പറഞ്ഞ് പിടിച്ചു. എന്നിട്ട്? വെറുതെ വിട്ടു. വെറുതെ വിട്ടോ? എടാ എത്ര നാളാണ് ഇവര് നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോ മുറുക്കാൻ തറവന്റെ അപ്പൂപ്പ ഉണ്ടായിരുന്നു. മറ്റേ നമ്മള് കൊക്കണാൻ തൂക്കി അപ്പൂപ്പനെന്ന് വിളിക്കും. ആ അപ്പൂപ്പ കാശിക്ക് പോയി. അവന്റെ അമ്മേനെ കുടുക്കെറിഞ്ഞ് ഓടിച്ച് പൈസ എടുത്തോണ്ട് കാശിക്ക് പോയി. നിന്റെ റീയൂണിയൻ കഴിഞ്ഞെങ്കിൽ അവരെ പണിയാൻ അനുവദിക്കണം. ഞാൻ പറഞ്ഞാണ്. എടാ നിങ്ങള് പണി. പിന്നെ ചായ എടുക്കാം. അത് നമുക്ക് ഈ മെത്ത അങ്ങ് മാറ്റാടെ. ഇത് മെത്ത ഇങ്ങോട്ട് മാറി. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അയ്യോ, ഒന്നും വേണ്ട. ഇപ്പൊ ശരി തരാം. നമ്മള് ചെയ്യാമേ, നമ്മള് ചെയ്യാം. എടാ എടാ എന്റെ ഓട്ടോഗ്രാഫ്. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ. അയ്യോ എടാ നോക്ക്, എന്റെ 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫ് ബുക്കാണിത്. ഞാൻ മിസ്സായി പോയെന്ന് വിചാരിച്ചാടാ. ഞാനൊക്കെ എഴുതിയിട്ടുണ്ട്. എടാ നീ എടാ നിനക്ക് പാൽ ചായ മറന്നാലും കട്ടൻ ചായ മറന്നാലും നീ എന്നെ മറക്കരുത്. കറക്റ്റ് ആണ്. ഇപ്പൊ ജംഗ്ഷനിൽ ചായക്കട അവന് പ്രാന്ത് അല്ലാതെ ഞാൻ എഴുതി ഒരെണ്ണം വായിച്ചാണ്. നീ എഴുതിയത് ഒരു ഞാൻ മിനിറ്റ്. എഴുതിയിരുന്നു. നീ എഴുതി നോക്കട്ടെ. ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിതു. പൃഥ്വിരാജ് മീര ജാസ്മിന് വേണ്ടി സ്വപ്നക്കൂട് പണിതു. ഞാൻ നിനക്ക് വേണ്ടി പാര പണിയട്ടെ അപ്പി ബിജു. അത് കറക്റ്റ്. ഇപ്പൊ നാട്ടുകാർക്ക് ഇട്ട് പണിതുകൊണ്ട് ഇറക്കണം. ഇടക്കിടക്ക് എനിക്ക് വിട്ട് പണിയായിരുന്നു. എഡ്യൂക്കേഷൻ വേണം. അതില്ലാത്ത പ്രശ്നം. എടാ ഇവൻ എഴുതി എഴുതിയുണ്ട്. ഇവനെ എഴുതിയിട്ടുണ്ട് കേട്ടാ. ഇവൻ എഴുതിയിട്ടുണ്ട്. ഇതാ ഇവൻ എഴുതിയിരിക്കണ്. നോട്ടെ, ഇവൻ എഴുതുകയാണോ? കടൽ നിറയെ മീനുകൾ, മരം നിറയെ ഇലകൾ, മനം നിറയെ നീ മാത്രം. നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല. അയ്യോ ചേട്ടാ, അത് അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാടാ? പിന്നെ എങ്ങനെയാടാ? പിന്നെ അത് ഫീൽ ചെയ്ത് വായിക്കണം. പിന്നെ നിന്റെ അത്ര ഫീലിംഗ് ഇല്ലല്ലോ. കടൽ നിറയെ മീനുകൾ, മരം നിറയെ ഇലകൾ, മനം നിറയെ നീ മാത്രം. നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. പിന്നല്ല. അയ്യോ കോമഡി. എനിക്ക് വയ്യാട്ടോ, ഭയങ്കരമായിട്ട് ചിരിക്കണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. മതി മതി മതി. എന്താണ് അല്ല പറഞ്ഞാണ് മതിയെന്ന്. ചേട്ടാ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടാ. ഞാൻ ഈ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴേ ഈ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്കിങ്ങനെ ഭാവിയെ കുറിച്ച്. അപ്പൊ ഞാൻ ഈ ഓട്ടോഗ്രാഫില്ലേ ഇതുകൊണ്ട് കുറെ ഇങ്ങനെ ഭാവി ആഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കേട്ടാ. ഞാൻ വായിക്കട്ടാ. ഓക്കെ. എനിക്ക് നന്നായി പഠിച്ച് IAS ആകണം. നീ ആയല്ലോ ഇന്ത്യൻ അടുക്കള സർവീസ് IAS. നിന്റെ വിദ്യാഭ്യാസം മതിയല്ലോ. ചേട്ടാ അങ്ങനെ പറയല്ലേ. ഞാൻ ബാക്കി വായിക്കട്ടെ. മറ്റൊരു നാട്ടിൽ നിന്ന് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ. ആണ്. നീ തിരുവനന്തപുരം, ഞാൻ എറണാകുളം. നമ്മൾ കല്യാണം കഴിച്ചില്ലേ? കറക്റ്റ് ആണത്. പിന്നെ എന്റെ പങ്കാളിക്ക് സൗന്ദര്യം വേണമെന്നൊന്നും ഇല്ല. അതിന് പാത്രം പാളിപ്പോയി. താടിയും മീശയും ഉള്ള ഒരാളാകണം എന്റെ ഭർത്താവ്. ചേട്ടാ വേറെയും ഉണ്ട് കേട്ടോ. എന്താന്നറിയോ, എന്നും ചന്ദനക്കുറി തൊട്ട് വരുന്ന ആളാകണം. ചന്ദനക്കുറിയുമായി പിന്നെ പ്രധാനപ്പെട്ട വേറെ സംഭവം ഞാൻ എഴുതിയിട്ടുണ്ട്. ഉണ്ടാകും. അതെന്താന്നറിയോ, എന്റെ പങ്കാളിക്ക് നല്ല മെയ് വഴക്കം വേണം.
എനിക്ക് വയ്യ, എന്തൊക്കെയാണോ എന്തോ ഞാൻ അന്ന് എഴുതി വെച്ചിരുന്നത്. എനിക്ക് മനസ്സിലായടേ. ഏട്ടാ വേറൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് എഴുതിയിരിക്കണേ. നന്നായിട്ട് പാട്ട് പാടുന്ന ആളാകണമെന്ന്. അയ്യോ എടാ കൊച്ചൂട്ടാ, എടോ നീ ഇപ്പോഴും പാട്ട് പാടൂടാ? അല്ല ഞാൻ ഇവര് പണിയുമ്പോ ഒരു രസത്തിന് വേണ്ടിട്ട് അറിയാം. ചേട്ടാ അറിയോ, പണ്ടോട്ടല്ല സ്കൂളിൽ പഠിക്കുമ്പോ ഇവ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. ലൈറ്റ് മ്യൂസിക്, പിന്നെ മാപ്പിളപ്പാട്ട് എന്ന് വേണ്ട എല്ലാം. നിന്നോടാരാ പാടാൻ പറഞ്ഞു? നിന്നോടാരാണ് അവിടെ പാടാൻ പറഞ്ഞു? നിന്നോടാരാ പാടാൻ പറഞ്ഞു? അല്ല പണി ചെയ്തൊരു മൂഡ് വന്നപ്പോ അറിയാണ്ട് പാടിപ്പോയിട്ടാ ഇനി പാടൂല കേട്ടാ. എന്തോ ചേട്ടാ, നീ എന്താണ് ഇത് വെച്ചാണ്? നീ എന്താണ് ഇത് എഴുതി വെച്ചേക്കുന്നു? അത് പണ്ട് ഇങ്ങനെ ആഗ്രഹമൊക്കെ എഴുതിയതല്ലേ? എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി നിന്റെ ആഗ്രഹം. നീ വായിക്കഴി നിന്റെ ആഗ്രഹം. ഒന്നുമില്ല, വേറെ എന്തോ ഒന്നുമില്ല ചേട്ടാ. നീ വായിക്കഴി. നിന്നെ ഞാനൊന്ന് വായിക്കഴി. നന്നായിട്ട് പഠിച്ച IAS ആവണം, നന്നായി പഠിച്ച IAS ആവണം, മറ്റൊരു നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം, എന്റെ പങ്കാളിക്ക് സൗന്ദര്യം വേണമെന്നില്ല, താടിയുള്ള ഒരാളാകണം എന്റെ ഭർത്താവ്. അത്രേ ഉള്ളൂ. പിന്നെന്താ, എന്നും ചന്ദനക്കുറി ഇടുന്ന ആളാകണം, പിന്നെ എന്റെ പങ്കാളിക്ക് നല്ല മെയ്വഴക്കം വേണം, നന്നായി പങ്കാളിക്ക് പങ്കാളിക്ക് മെയ്വഴക്കം വേണം. മെയ്വഴക്കല്ലേ? എനിക്കുണ്ട് നീ മെയ്വഴക്കം. അയ്യോ പറ്റുള്ള പണിക്ക് പോയാ പോരെ. ഡിസ്കിന് ചെറിയ കംപ്ലൈന്റ് ഇതിന് complaint അല്ല. ഞാൻ എന്റെ മെയ്വഴക്കം കാണിക്കൂടി. എന്റെ മെയ്വഴക്കം ഞാൻ കാണിക്കൂടി. എന്റെ മെയ്വഴക്കം. വലിച്ചെടുക്കടാ. വലിച്ചെടുത്തിട്ട് പോടാ, വലിച്ചെടുടാ. അമ്മേ എന്താ ഈ കാണിക്കുന്നത്? നീ എന്താണ് പറഞ്ഞേ? നീ വേറെന്താ പറഞ്ഞേ? ഞാൻ പാട്ട് പാടണം. ഞാനും പാടൂടി. ഞാൻ പാട്ട് മാത്രം ഡാൻസ് ചെയ്യും. ഇളമൈതോ ഇതോ കുരിമൈതോ ഇതോ ഇത് പോരടി, ഇത് പോരടി. അല്ല മതി, അല്ല ഇതൊന്നും കാണിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. കാണിക്കും ഞാൻ. നിനക്ക് വെച്ചേ അടങ്ങിയില്ല, ഡിസ്കിന് സ്ക്രാച്ച് വരും. അതുകൊണ്ടാ ഓടാറങ്ങി. എന്റെ ഓടാറങ്ങി വീട്ടിലേക്ക് പോടാ. എന്റെ വീട്ടിൽ പോടാ. കസേര കളി കേട്ടിട്ട് കട്ടില് കളിയായത്. എടാ അപ്പി അപ്പി പറയണം. ഓടാ. പൂലടാ എടാ പ്ലീസ്. നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നേ? എനിക്ക് മനസ്സിലായി, എല്ലാം ഇതിൽ എഴുതി വെച്ചിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? എന്നോട് ഐ ലവ് യു പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിലാണ്. അല്ല, അത് പണ്ട് എന്റെ പൊന്നേട്ടാ, അത് പണ്ട് അങ്ങനെ പലതും എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെയൊക്കെ നടക്കണമെന്നുണ്ടോ? നിങ്ങൾക്ക് പണ്ട് എന്തോ ആവാനായിരുന്നു ആഗ്രഹം? പൈലറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു പേപ്പർ പ്ലെയിനെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ? ഇല്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഓട്ടോഗ്രാഫ് ബുക്കിൽ മറക്കരുത് മറക്കരുത് എന്നൊക്കെ എഴുതി വെക്കും. പക്ഷെ അങ്ങനെ എഴുതി വെച്ച ഒരാള് നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന 3 മണിക്കൂർ എടുക്കും നമുക്ക് അയാളെ മനസ്സിലാവാൻ. അത് നിങ്ങൾക്ക് അറിയാമോ? അതാണ് പഴയ കാലം എന്ന് വെച്ചിട്ട് അതൊക്കെ സത്യമാവണമെന്നുണ്ടോ? ഇതൊരു മനുഷ്യൻ നാണക്കേടാക്കിയില്ലേ നിങ്ങള്? എന്റെ കൂട്ടുകാരെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയില്ലേ? എന്തോ എനിക്കൊന്നും കേൾക്കണ്ട. ഇത്രയും സംശയ രോഗം പാടില്ല. എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംശയ രോഗിയാണോ എഡ്യൂക്കേഷനെ കുറിച്ച് പറയണത്? എന്റെ ചുറ്റുമോളെ പാടി എന്തുവാ പറ്റിപ്പോയി. എന്ത് ഇപ്പൊ എന്ത് ചെയ്യും നമ്മള്? എന്ത് ചെയ്യും? ഇനിയിപ്പോ കട്ടിൽ നന്നാക്കാൻ വേറെ ആളെ വിളി. ഒരു കാര്യം ചെയ്യാം. എന്ത്? ഞാൻ പോയി അവരോട് സോറി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചു. ഇനി അവരെ വിളിച്ചോണ്ട് വരണ്ട, ഞാൻ നാണം കെട്ടില്ലേ. ഇനി നിങ്ങൾ വേറെ ആരെങ്കിലും വിളിക്ക്. അല്ല, വേറെ ആളെ വേണമെങ്കിൽ ഞാൻ വിളിക്കാം. ആ. പക്ഷെ ഇവിടെ വരുന്ന ആള് താടിയില്ലാത്ത ആളായിരിക്കണം, കുറി തൊടാത്ത ആളായിരിക്കണം, പാട്ട് പാടാൻ അറിയാത്ത ആളായിരിക്കണം, മെയ്വഴക്കമില്ലാത്ത ആളായിരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. എന്തടി നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞില്ലേ, അതുപോലെ ഈ ലോകത്ത് എനിക്ക് ഒരേ ഒരാളെ അറിയാവൂ. അതാരടി മോളെ? അത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് നന്നാക്കിക്കോ. എക്സാക്ട്ലി.